നിർമ്മാണം പൂർത്തിയാകാതെ ശാസ്താംകോണം കുടിവെള്ള പദ്ധതി 3 കൊല്ലം മുൻപ് പണം അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയെങ്കിലും പദ്ധതി പാതി വഴിയിലാണ്. ബൂസ്റ്റർ ടാങ്ക് നിർമ്മിക്കാൻ ഭൂമി വിട്ടുകിട്ടാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണം. 150ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. പുനലൂർ നഗരസഭയിൽ ഏറ്റവും അധികം ജലക്ഷാമം നേരിടുന്ന വാർഡുകളിലൊന്നായ ശാസ്താംകോണത്തിനു വേണ്ടി 2021-22 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പദ്ധതിയാണിത്. പുനലൂർ MLAയും മന്ത്രിയുമായിരുന്ന കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയും നഗരസഭയുടെ വിഹിതമായ 40 ലക്ഷം രൂപയും ചേർത്ത് മൊത്തം 70 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ. കല്ലടയാറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത പുനലൂർ ജലവിതരണ പദ്ധതിയുടെ കുഴലുകൾ വഴി വാർഡുകളിലെത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ശാസ്താംകോണം കുന്നംപുറത്ത് സംഭരണിയുടെ നിർമ്മാണവും തുടങ്ങിയിരുന്നു. കല്ലടയാറിനോട് ചേർന്ന് ശിവൻകോവിൽ കടവിൽ ബൂസ്റ്റർ ടാങ്ക് നിർമ്മിച്ചാലേ വളരെ ഉയരത്തിലുള്ള വാർഡിൽ വെള്ളം എത്തിക്കാനാകൂ. ഇതിനായി തൃക്കോതേശ്വരം ക്ഷേത്രത്തിന് സമീപം കല്ലടയാറിനോട് ചേർന്ന് 2.50 സെന്റ് ഭൂമി ഉപയോഗിക്കാൻ 2022 ഡിസംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയിരുന്നു. പ്രതിമാസം 1875 രൂപ വാടക നിശ്ചയിച്ചാണ് സ്ഥലം അനുവദിച്ചത്. എന്നാൽ വാടക ഒഴിവാക്കിയോ കുറച്ചോ ഭൂമി നഗരസഭയ്ക്ക് വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദ് ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾ ദേവസ്വം ബോർഡിന് വാടക നൽകുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. പക്ഷേ 2 വർഷത്തോളമായും അന്തിമ തീരുമാനമായിട്ടില്ല. ഇതാണ് പദ്ധതി വൈകാൻ പ്രധാന കാരണം. കുന്നുംപുറത്ത് 2023 സെപ്റ്റംബറിൽ ആരംഭിച്ച സംഭരണി നിർമ്മാണവും 1.5 വർഷത്തിനു ശേഷവും പൂർത്തിയായിട്ടില്ല. 15 മീറ്റർ ഉയരവും 30,000 ലിറ്റർ സംഭരണ ശേഷിയുമുള്ള സംഭരണി നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.